ബസിന്റെ പിന്നിലെ കോണിയിൽ തൂങ്ങി യാത്രക്കാരന്റെ സഞ്ചാരം. വിലങ്ങാട് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സോൾമേറ്റ് ബസിന് പിന്നിൽ നിന്നുള്ള ദൃശ്യം സമൂഹമാധ്യമത്തിൽ വൈറലാവുകയാണ്. വാണിമേൽ പാലം മുതൽ 5 കിലോമീറ്റർ ദൂരമാണ് കോണിയിൽ തൂങ്ങി പിടിച്ച് യാത്രക്കാരൻ യാത്ര ചെയ്തത്. കെ വേണുഗോപാൽ ചേരുന്നു വിവരങ്ങളുമായി. ഗൂഗിൾ, അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് ഈ വ്യക്തി ഇത്തരത്തിൽ ബസിന്റെ പിന്നിലെ കോണിയിൽ പിടിച്ച് യാത്ര ചെയ്യുന്നത്. ഇത് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണോ ഈ യാത്ര? എന്താണ് വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത്. സ്വകാര്യ ബസ് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ ബസിന്റെ പുറകിലെ കോണിയിൽ തൂങ്ങി 5 കിലോമീറ്ററോളം ദൂരത്തിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വ്യക്തി യാത്ര ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബസിന്റെ പുറകിൽ യാത്ര ചെയ്യുകയായിരുന്ന കാറിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ദൃശ്യം പ്രചരിപ്പിക്കുകയും അത് സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പങ്കുവെക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വളയം പോലീസ് സ്റ്റേഷനിലും നാദാപുരം പോലീസ് സ്റ്റേഷനിലും ബന്ധപ്പെട്ട സമയത്ത് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു എന്നല്ലാതെ ആദ്യം വളയം സ്റ്റേഷനിൽ വിളിച്ച സമയത്ത് അവർ പറയുന്നു, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്, എന്നാൽ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിലല്ല, ഇത് നാദാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്ന് പറയുന്നു. തുടർന്ന് നമ്മൾ നാദാപുരം പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു. നാദാപുരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്, അത്തരം കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ഇത് ഞങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലല്ല, ഇത് ഈ പറഞ്ഞതുപോലെ വളയം സ്റ്റേഷൻ പരിധിയിലാണ്. 2 പോലീസുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്ന അല്ലെങ്കിൽ പന്ത് തട്ടുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇത് സർവീസ് നടത്തുന്ന ബസ്സായിരുന്നതിനാൽ 2 സ്റ്റേഷൻ പരിധിയിൽ കൂടി ഇതിന്റെ സഞ്ചാരം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇതുവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ കണ്ടെത്താനുള്ള നടപടിയിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്ര അപകടകരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടും ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിച്ചിട്ടും ഇയാളെ പിടിക്കാനുള്ള സത്വരമായ നടപടിയിലേക്ക് കടക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഇയാൾ കുറച്ചു ദൂരമല്ല യാത്ര ചെയ്ത് 5 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്തു എന്നുള്ളതാണ്. വാണിമേൽ പാലം മുതൽ 5 കിലോമീറ്ററോളം ദൂരത്തിൽ യാത്ര ചെയ്തു. ഇതുപോലുള്ള സന്ദർഭങ്ങൾ മുമ്പും പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള വിഷ്വലുകൾ പല ഭാഗത്തു നിന്ന് വരികയും അതിനെതിരെ വലിയ രീതിയിലുള്ള നടപടിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് വീണ്ടും ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതെ, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.